ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ ഫുട്ബോളിലെ നിശ്ചലാവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത്തവണ ISL നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ പലരും ഇതിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്, ശബ്ദമുയർത്തി തുടങ്ങിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. എല്ലാ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറി നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ മഞ്ഞപ്പട സേവ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഇവാൻ ഉക്മനോവിച്ച് അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ അന്റോണിയോ ലോപ്പസ് ഹബാസ്, റയാൻ വില്യംസ് എന്നിവരൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. സന്ദേശ് ജിങ്കനും ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്ന താരമാണ് സന്ദേശ് ജിങ്കൻ. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇതൊരിക്കലും ഒരു കാലതാമസമല്ല, ഇനി മുതൽ ഒരു ഡിലേ അല്ല, ഇതിപ്പോൾ നിശ്ചലാവസ്ഥയിലാണ്, എത്രയും പെട്ടെന്ന് ഇക്കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കണം, നടപടി എടുക്കണം എന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് സന്ദേശ് ജിങ്കൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇനി ഇതൊരിക്കലും കാലതാമസമല്ല, മറിച്ച് നിശ്ചലമായിരിക്കുകയാണ്. ഇന്ത്യയുടെ ഫുട്ബോൾ എക്കോസിസ്റ്റം മുഴുവനും ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ഫുട്ബോൾ അക്കാദമികൾ മുതൽ ക്ലബ്ബുകൾ വരെ എന്ത് ചെയ്യണം എന്നറിയാതെ തുടരുകയാണ്. ഞങ്ങൾക്ക് വേണ്ടത് ആക്ഷനുകളാണ്, അത് ഉടൻ തന്നെ വേണം. കാരണം ഈ ഗെയിം നമ്മുടെ എല്ലാവരുടേതും കൂടിയാണ്. ഇതാണ് ഇന്ത്യൻ താരമായ സന്ദേശ് ജിങ്കൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഓരോരുത്തരായിക്കൊണ്ട് ഇതിനെതിരെ രംഗത്ത് വരികയാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇക്കാര്യത്തിൽ ലഭിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം അവർ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.